സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ വേളയിൽ നിരവധി ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ജില്ലാതല യോഗത്തിലും നിരവധി ആളുകളാണ് പങ്കെടുക്കുന്നത്. നമ്മളോടിപ്പോൾ ഗോപിനാഥ് മുതുകാട് ഉണ്ട്. എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെ താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കേരളം മുഴുവൻ നോക്കിക്കാണുന്ന പോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇനിയും നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം മാത്രമല്ല LDF സർക്കാരിൻ്റെ 9 വർഷം കടക്കുകയാണ്. തീർച്ചയായും എല്ലാ നേതാക്കളെയും അണികളെയും ഈ മേഖലാ തലങ്ങൾ ഉൾപ്പെടെ കേട്ടാണ് ഈ പ്രവർത്തന രീതി മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ജനങ്ങളെയൊക്കെ തന്നെ കേട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി തന്നെയല്ലേ നടന്നു വരുന്നത്? തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആ കാര്യങ്ങൾ പരിഹരിക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനുമാണല്ലോ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ തന്നെ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം കേട്ട് ഗവൺമെൻറ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജനസൗഹൃദമായ ഒരു കേരളം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വരുന്ന ഭരണം എന്ന് പറയുന്നത് പിണറായി സർക്കാർ തന്നെ അല്ലെങ്കിൽ LDFൻ്റെ ഒരു 3.0 ആണ് വരാൻ പോകുന്നത് എന്നത് വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. എങ്ങനെയാണ് കാണുന്നത്? അതെനിക്കറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും എനിക്കറിയില്ല. ഞാൻ പ്രധാനമായിട്ടും കുട്ടികൾ, പുതിയൊരു തലമുറ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പ്രോഗ്രാമിന് കോഴിക്കോട് പങ്കെടുത്ത സമയത്തും കുട്ടികൾ തീരെ വായിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ആയിരക്കണക്കിന് കുട്ടികളുണ്ടായിരുന്നു ആ ഓഡിറ്റോറിയത്തിനകത്ത്. ടാഗോർ ഫൗണ്ടേഷൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ചോദിക്കുമ്പോൾ എത്ര പേര് നന്നായിട്ട് പാഠപുസ്തകമല്ലാത്ത കാര്യങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കൈപൊക്കാനുള്ള കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ എന്തോ എവിടെയൊക്കെയോ ചെറിയ കുട്ടികൾക്കിടയിൽ വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. അതേസമയം ഒരു വിഭാഗം ആളുകൾ വളരെ സമർത്ഥമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ട്. നമ്മൾ റിസൾട്ടിലൊക്കെ കാണുന്ന കാര്യങ്ങൾ അതാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു വൈരുദ്ധ്യമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകൾ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ചുമതലയല്ലല്ലോ, നമ്മുടെ മുഴുവൻ ചുമതലയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ട് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടിയാണെങ്കിൽ പോലും അതിലേക്ക് ഇടപെട്ട് കൂടുതൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്.